ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഈ ചടങ്ങിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി ഏറെ ബഹുമാന്യയായ പാനൂർ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ റുക്സാന ഇക്ബാൽ അവരുടെ സ്നേഹാദരവും ക്ഷണിക്കുന്നു. പാനൂർ നഗരസഭയുടെ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ചരിത്രത്തിൽ താളുകൾ തീർക്കുന്ന ഒരു നിമിഷമാണിത്. ഏകദേശം 2015 കരിയാട്, പാനൂർ, പെരിങ്ങളം പഞ്ചായത്തുകൾ കൂടി ചേർന്ന ഒരു നഗരസഭയാണ് നമ്മുടെ പാനൂർ നഗരസഭ. പാനൂർ നഗരസഭയ്ക്ക് സ്വന്തമായ ഒരു കെട്ടിടം ഇല്ലാത്തതിനാൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇന്നതിന് ഒരു സ്വപ്നം പൂവണി പോവുകയാണ്. ഇന്നതിൻ്റെ തറക്കല്ല് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MP ഷാഫി പറമ്പിൽ അവർ നിർവഹിച്ചിരിക്കുകയാണ്. ഒരുപാട് സന്തോഷ മുഹൂർത്തത്തിലാണ് നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇതിനു മുമ്പേ നമ്മുടെ മുൻ ചെയർമാൻ നാസർ മാസ്റ്റർ ചെയർമാൻ ആയിരുന്ന സമയത്ത് പാനൂർ ബസ് സ്റ്റാൻഡിന്റെ കെട്ടിടം ഓഫീസാക്കി മാറ്റുന്നതിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി 25 കോടിയോളം രൂപ വകയിരുത്തി ബാക്കി നടപടികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ കിഫ്ബിയുടെ ഫണ്ട് അനുവദിക്കാത്തത് കൊണ്ട് നമുക്കത് അവിടെ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് നമ്മുടെ പോലീസ് ക്വാർട്ടേഴ്സിന് സമീപത്ത് പുതിയൊരു കെട്ടിടം, നമ്മുടെ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് പുതിയൊരു കെട്ടിടം പണിയാൻ വേണ്ടി പോവുകയാണ്. അത് ഏകദേശം 5 നിലകളിലായി 16,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് അത് നിർമ്മിക്കുന്നത്. എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു നഗരസഭാ കെട്ടിടമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് 18 മാസം കൊണ്ട് അതിൻ്റെ പണി പൂർത്തീകരിക്കുന്ന രീതിയിലാണ് അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അത് ചിറക് വിരിക്കുന്ന ഒരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പാനൂർ നഗരസഭയുടെ ചിരകാല സ്വപ്നമായ ഓഫീസിന്റെ കെട്ടിട നിർമ്മാണ ശിലാസ്ഥാപന കർമ്മവേദിയിലാണ് നമ്മൾ നിൽക്കുന്നത്. പാനൂർ പോലീസ് ക്വാർട്ടേഴ്സിന് സമീപം
നമ്മുടെ സ്വന്തം സ്ഥലത്ത് 16,500 സ്ക്വയർ ഫീറ്റ് വരുന്ന എല്ലാ സൗകര്യങ്ങളും ഉള്ള രീതിയിൽ 5 നിലയിൽ ബേസ്മെന്റ് പാർക്ക് ഉൾപ്പെടെ നഗരസഭയിലെ എഞ്ചിനീയറിംഗ്, കുടുംബശ്രീ, തൊഴിൽ സംരംഭ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നഗരസഭയെ ആശ്രയിക്കുന്നവർക്കുള്ള വിശ്രമ കേന്ദ്രങ്ങൾ, എല്ലാ രീതിയിലുമുള്ള ആധുനിക സൗകര്യങ്ങളുടെ ഒരു കെട്ടിടത്തിന്റെ രൂപകൽപ്പനയിലെ മാതൃകയാണ് ഇതിന്റെ പിറകിലുള്ളത്. ഒരുപാട് കടമ്പകൾ കടന്നുകൊണ്ടാണ് ഈ ശിലാസ്ഥാപന കർമ്മ പരിപാടിയിലേക്ക് കടക്കുന്നത്. മുൻ നഗരസഭയുടെ ഭരണകാലത്തും ഞങ്ങളുടെ ഭരണകാലത്തും നഗരസഭയുടെ ആസ്ഥാന മന്ദിരവുമായി ഏറ്റവും സുന്ദരമായ രീതിയിലുള്ള കെട്ടിട സമുച്ചയങ്ങൾ ഉയർത്താൻ വേണ്ടി ആദ്യം നമ്മുടെ പാനൂരിലെ ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെ അതിന്റെ മുകളിൽ ഏറ്റവും സൗകര്യമുള്ള രീതിയിൽ നഗരസഭയുടെ ആസ്ഥാന മന്ദിരം പണിയുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. ഏകദേശം 25 കോടിയുടെ ഒരു പദ്ധതി തയ്യാറാക്കി ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയി. കിഫ്ബി അതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ അനുകൂല നിലപാടെടുത്തു. കാരണം ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്, വരുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്ഥലത്ത് നഗരസഭയുടെ കെട്ടിടം പണിയുന്നത് ആ രീതിയിൽ അവരുടെ ഭാഗത്ത് എല്ലാ രീതിയിലും അനുകൂലമായ കാര്യങ്ങൾ തുടക്കത്തിൽ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ അവസാനം കിഫ്ബി അതിൽ നിന്ന് പിന്മാറുകയുമാണ് ചെയ്തത്. ഫണ്ട് ഇല്ല എന്ന് പറഞ്ഞു, ബുദ്ധിമുട്ടും കാര്യങ്ങളും പറഞ്ഞ് അവസാനം നമ്മൾ വീണ്ടും ഓഫീസിന്റെ കെട്ടിട പരിപാടിയുമായി മുന്നോട്ട് പോയി. കോഴിക്കോട് ഗ്രേ വാട്ടർ സൊല്യൂഷൻസ് പറഞ്ഞ കമ്പനി നമ്മുടെ DPR തയ്യാറാക്കി. ആ DPR തയ്യാറാക്കിയപ്പോ അതിന്റെ മറ്റ് കടമ്പകൾ ടെക്നിക്കൽ സെക്ഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് കടമ്പകൾ കടന്നു. അങ്ങനെ അവസാനം സിയുടെ നിന്നും ചീഫ് എഞ്ചിനീയറിൽ നിന്നും എസ്റ്റിമേറ്റ് അപ്രൂവലായി കിട്ടി. 6,87,25,000 രൂപ അടങ്ങൽ എസ്റ്റിമേറ്റായി നിർണയിച്ചുകൊണ്ട് അതിന്റെ എസ്റ്റിമേറ്റ് അപ്രൂവലായി കിട്ടി. നമുക്ക് നഗരസഭയുടെ തനത് ഫണ്ടും 5 കോടി കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അവരത് അനുവദിക്കാം 5 കോടി എന്ന് പറയുകയും കൂടി ചെയ്തപ്പോൾ നമുക്ക് നഗരസഭയുടെ ആസ്ഥാന മന്ദിരം എന്ന ഒരു സ്വപ്നം പൂവടി എന്നതിലേക്ക് നമ്മളെത്തി. അതിന്റെ തുടക്കകാലത്ത് നമ്മൾ അനുഭവിച്ച കാര്യങ്ങളും അതിനുണ്ടായ തടസ്സങ്ങളുമൊക്കെ പല ഘട്ടങ്ങളിലായി നമുക്ക് ഓരോ ആളുകൾക്കും അറിയുന്നതാണ്. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി.
ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ പാനൂർ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തനിക്ക് ലഭിച്ച സമയത്ത് ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ശ്രീ ഹാഷിം, അദ്ദേഹം നമ്മുടെ നഗരസഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ സംബന്ധിച്ചും ഞാൻ വേദിയിലിരിക്കുമ്പോൾ നാസർ മാഷോട് ചോദിക്കുകയാണ്, ഈ പറയുന്ന ക്ലീൻലിനെസ്സിൻ്റെയൊക്കെ കാര്യത്തിൽ ഓരോ ചുവട് നാട് വെക്കുന്നതും നാട്ടിലെ ജനങ്ങൾ ഏറ്റവും സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഏറ്റെടുക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ പ്രത്യേകിച്ചും കാരണം എല്ലാവർക്കും നാട് വൃത്തിയുള്ളതായി കാണാൻ ആഗ്രഹമുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടതിനെ സംബന്ധിച്ചും സ്വതവേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നൊരു കാലമാണ്. അത് ഫണ്ടിൻ്റെ ലഭ്യതയെ സംബന്ധിച്ചാണെങ്കിലും പ്ലാൻ ഫണ്ടിൽ നിന്നുൾപ്പെടെയുള്ള നോൺ പ്ലാൻ ഫണ്ടിൽ നിന്നൊക്കെയുള്ള ഫണ്ടിൻ്റെ ലഭ്യത, ബജറ്റ് വിഹിതത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ പ്രൊജക്റ്റുകളായി മാറുമ്പോൾ അവിടെ ഫണ്ടിൻ്റെ വെട്ടിക്കുറവ് വരുമ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ കാര്യത്തിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ, അതുപോലെ തന്നെ സ്റ്റാഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പല പ്രയാസങ്ങൾ മുമ്പിൽ വന്നപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളുമായി ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളുമായിട്ട് ഈ നഗരസഭയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വപ്നത്തിൻ്റെ തലക്കല്ലാണ് നമ്മുടെ ശിലാസ്ഥാപനമാണ് നമ്മളിവിടെ നടത്തുന്നത്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കയറിയിറങ്ങുന്ന സ്ഥലമാണ്. ഒരിടത്തിലാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പാനൂർ പോലൊരു നഗരത്തിൽ സ്ഥലം അങ്ങനെ സർക്കാർ പക്കൽ അങ്ങനെ ഒരുപാട് ലഭ്യമായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ നഗരസഭക്കകത്ത് എനിക്ക് തോന്നുന്നു ഒരു തവണയാണ് എൻ്റെ ഉള്ളിലെ ഒരു മീറ്റിങ്ങിനകത്ത് അന്ന് പങ്കെടുക്കാനായിട്ട് സാധിച്ചത്. അപ്പം തന്നെയാണ് കൗൺസിലർമാരിയ്ക്കുന്നത്. പിന്നെ അതിൻ്റെ പ്രയാസങ്ങളൊക്കെ നേരിട്ട് കണ്ടപ്പോൾ തന്നെ ഇതിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ അന്ന് തന്നെ പഴയ ചെയർമാനും ഇപ്പോഴത്തെ ചെയർമാനും ഒക്കെ പറഞ്ഞിരുന്നു ഇതിനൊരു മാറ്റം അധികം വൈകാതെ ഉണ്ടാവും, അതിൻ്റെ നടപടിക്രമങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. കൗൺസിലർമാർ തിരക്കിയിരിക്കുന്നതിൻ്റെ പേര് മാത്രമല്ല, ഇപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇത്രയും വർഷമായിട്ട് നോക്കിയാലും ചവൽക്കാർ ഇപ്പോഴും അവിടെ പാർലമെന്റിനകത്ത് ഒരു മാറ്റം വരുത്തിയിട്ടില്ല. അത് ആ പഴയ കെട്ടിടത്തിൽ തന്നെയാണ്. അപ്പം അതിനകത്ത് ഇപ്പോഴുള്ള ആളുകളുടെ എണ്ണ ഇരിക്കാൻ സ്ഥലമില്ലെങ്കിലും മടിയിലൊക്കെ ഇരിക്കുന്നത് പോലെ തന്നെയാണ്, തിങ്ങി നിരങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. അതൊരു ലെഗസി ട്രഡീഷനാണ്. പക്ഷെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൗകര്യമുള്ള ഒരു സംവിധാനം ഉണ്ടാവുക എന്നതൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ചോദിച്ചു, ഏതാണ്ട് 18 സെന്റ് സ്ഥലത്ത് 16,500 സ്ക്വയർ ഫീറ്റോളം പിന്നെ വരുന്ന ഒരു കെട്ടിടം. അത് എത്ര നിലകളിലായിട്ടാണ്? 5 നിലകളിൽ, ബേസ്മെന്റിലെ പാർക്കിംഗ് ഉൾപ്പെടെ 5 നിലകളിൽ, എഞ്ചിനീയറിംഗ് വിഭാഗത്തിനും കൗൺസിൽ ഹാളിനും അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങിനും കൗൺസിലർമാർക്കും മറ്റു ഉദ്യോഗസ്ഥർക്കും മറ്റെല്ലാ തദ്ദേശ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തിൻ്റെയൊക്കെ ഇടപാടാണ് വേണ്ടത് അതെല്ലാം ക്രമീകരിച്ചിട്ടുള്ള മനോഹരമായ ഒരു കെട്ടിടമാണ് പാനൂർ നഗരത്തിൻ്റെ ഒരു തിലകക്കുറിയായി ഈ മുനിസിപ്പൽ ഭരണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് സമ്മാനിക്കാൻ പോകുന്നതിൻ്റെ ശിലാസ്ഥാപനമാണുള്ള നടന്നിട്ടുള്ളത്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ, സ്വപ്നം കാണുന്നത് പോലെ യാഥാർത്ഥ്യമാക്കാൻ, സമയബന്ധിതമായി യാഥാർത്ഥ്യമാക്കാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും ആശംസിക്കാനും ഞാൻ അവസരം വിനിയോഗിക്കുകയാണ്. നഗരഭരണത്തിൻ്റെ ഈ വഴികളിൽ ഇപ്പം ഞാൻ തന്നെ കുറേ വെൽനസ് സെൻ്ററുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ പിന്നെ 1-2 ഞാൻ തന്നെ നേരിട്ട് പങ്കെടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇതിന് ശേഷവും പിന്നെ MP ഉൾപ്പെടെ മുകളിലേക്ക് ഉൾപ്പെടെ അനുവദിച്ചൊരു ഫണ്ടിൻ്റെ ഉദ്ഘാടന കർമ്മത്തിന് പോകുന്നുണ്ട്.
അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ, ചെറിയ റോഡുകളുടെ കാര്യമാണെങ്കിലും ലൈറ്റിന്റെ കാര്യം, അങ്ങനത്തെ പ്രാഥമിക ആവശ്യങ്ങൾ. ഏതാണ്ട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. നമുക്കറിയാം, നഗരസഭയുടെ ഓഫീസ് സംവിധാനം സ്വയം ഒരു വാടക കെട്ടിടത്തിലാണ് ഏകദേശം 10 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ നഗരസഭയുടെ ഭരണസമിതി വന്നതിന് ശേഷം ആദ്യമായി ഓഫീസിന്റെ വർക്കുകൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള നടപടികളായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വരുന്നത്. വളരെ വിശാലമായ സൗകര്യമുള്ള ഒരു സംവിധാനമാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. നഗരസഭയുടെ ഏകദേശം 1 ഏക്കർ ഭൂമിയാണ് നമുക്ക് ബസ് സ്റ്റാൻഡിന് കൈവശം അവിടെ ഉള്ളത്. അതിന്റെ താഴെയുള്ള ബസ് സ്റ്റാൻഡിന് മുകളിലും താഴെ ബേസ്മെന്റ് ഏകദേശം 100ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ബേസ്മെന്റ് പാർക്കും, അതോടൊപ്പം തന്നെ നിലവിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ച് പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സും, അതിന്റെ മേലെ ഓഫീസും, അതിന്റെ മേലെ ഓഡിറ്റോറിയം അടക്കമുള്ള ഏറ്റവും വൃത്തായിട്ടുള്ള ഒരു വലിയ പദ്ധതിയാണ് നമ്മൾ തുടക്കം കുറിച്ചത്. ഏകദേശം 25 കോടി രൂപയാണ് അന്ന് DPR ഞങ്ങൾ തയ്യാറാക്കുകയും കിഫ്ബിയെ സമീപിക്കുകയും കിഫ്ബി അതിന് ഫണ്ട് തരാമെന്ന് നമ്മളോട് ഉറപ്പ് പറയുകയും ചെയ്യും. പക്ഷേ കിഫ്ബിയുടെ പിന്നീട് അതിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇത്തരം ഓഫീസുകൾക്ക് പണം നൽകാൻ കഴിയില്ല എന്ന ഒരു നിർദ്ദേശം കിഫ്ബിയുടെ ഭാഗത്ത് വന്നപ്പോഴാണ് ആ പദ്ധതി ഞങ്ങൾക്ക് മാറ്റേണ്ടി വരികയും രണ്ടാമത് വീണ്ടും DPR ക്ഷണിക്കാൻ വേണ്ടിയുള്ള ഒരു കാലതാമസം ഉണ്ടാവുകയും അങ്ങനെയാണ് DPR ക്ഷണിച്ച് നമ്മൾ ഈ സ്ഥലത്തേക്ക് ഓഫീസ് നിർമ്മിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയത്. 2020 ഈ ഭരണസമിതി ഭരണസമിതിയിൽ അംഗമാകുമ്പോൾ തന്നെ ആ ഭരണസമിതിയുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം പാനൂർ നഗരസഭയ്ക്ക് ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാവുക എന്നതായിരുന്നു. എന്നാൽ സർക്കാർ നടപടികളിൽ പല കാലതാമസവും അതുപോലെ തന്നെ അനുയോജ്യമായ ഒരു സ്ഥലം അന്ന് ബസ് സ്റ്റാൻഡ് ആണ് എന്ന രീതിയിൽ അവിടെ അതിനുവേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്തി പിന്നീട് കിഫ്ബിയിൽ നിന്നും വേണ്ടത്ര ഫണ്ട് ലഭിക്കുകയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു മുൻപ് പഞ്ചായത്തുള്ളപ്പോഴുള്ള ഒരു സ്ഥലത്ത് നഗരസഭ ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. എന്തുകൊണ്ടും ഏറെ സന്തോഷം ഈ വികസന പ്രവർത്തനത്തിൽ പങ്കാളികളാവാൻ കഴിഞ്ഞതിൽ. നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ഒരുമയോടുകൂടി ഇത് ശിലാസ്ഥാപനം നടത്തണം എന്നായിരുന്നു മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ചില കാരണങ്ങളാൽ ചിലർ വിട്ടുനിൽക്കുന്നു. നമുക്കറിയാം, പാനൂര് ഇത്ര വികസിച്ചാൽ പോലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ പാനൂരിലേക്ക് വരേണ്ടതുണ്ട്. നമുക്ക് ആസ്ഥാന മന്ദിരം, സ്വന്തമായ സ്റ്റേഡിയം, നല്ല റോഡുകൾ, ഇതൊക്കെ പാനൂരിൽ വരണമെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒത്തൊരുമിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും അതേപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും ഒക്കെ ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമേ നമ്മുടെ നാടിന് വികസനം കൊണ്ടുവരാൻ കഴിയൂ. പാനൂർ മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തന മേഖല കൂടുതൽ കരുത്തുറ്റതാക്കി തീർക്കുന്നതിന് വേണ്ടി ഒരു ഓഫീസ് സമുച്ചയം എന്ന നമ്മുടെ ഒരു സ്വപ്നമാണ് ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത്. 16,500 സ്ക്വയർ ഫീറ്റിൽ 5 നിലകളിലായി വരാനിരിക്കുന്ന നമ്മുടെ മുനിസിപ്പാലിറ്റി കെട്ടിടം ഒരു 17 മാസം കൊണ്ട് അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ തുടങ്ങുന്നത്. നന്മയിൽ നാട് ഒരുമിച്ച് നിൽക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഇതിനെല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ പറഞ്ഞു വളരെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോവുകയാണ്. പാനൂർ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഓഫീസ് വൈകി വരുന്നത് വസന്തമാണെങ്കിൽ ആ വസന്തത്തെ അംഗീകരിക്കാൻ ഹൃദയമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇത് മുനിസിപ്പാലിറ്റിക്ക് വലിയ ഒരു അംഗീകരണത്തിൻ്റെ കാര്യമാകുന്നതോടൊപ്പം ഒരു കൊല്ലം കഴിയുമ്പോൾ ഈ മുനിസിപ്പൽ ഓഫീസിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വരണമെങ്കിൽ ഒരു വെളിപ്പാടകരെ എന്നുള്ള നിലയിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സാധാരണക്കാരനായ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയായി മുനിസിപ്പാലിറ്റി ഓഫീസ് വരുന്നു എന്നത് എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ വരണമെങ്കിൽ വാഹനത്തിൻ്റെ ആവശ്യമില്ല എന്ന ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ പ്രദേശം കൂടുതൽ നല്ല നിലയിൽ വികസിക്കുമ്പോൾ ആ വികസനത്തിൽ മുനിസിപ്പാലിറ്റിയുടെ പങ്ക് എന്നും അഭിനന്ദനാർഹമായ നിലയിൽ വലുതാണ് എന്നുള്ള ഒരു കാര്യം നമ്മളൊക്കെ ഈ ഘട്ടത്തിൽ ഓർക്കുന്നു. നമസ്കാരം. പാനൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വികസനങ്ങൾ നിർമ്മിച്ചു വെക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയായി ജനങ്ങൾ പറയാറ്. ഒരുപാട് വികസനങ്ങൾ വരാം. ഇനിയും പാനൂർ ആശുപത്രി, അതുപോലെ തന്നെ പാനൂർ ഒരു ടാക്സി സ്റ്റാൻഡ്, അങ്ങനെ നിരവധി വികസനങ്ങൾ മുരടിച്ച് കിടക്കുകയാണ്. അതിനൊക്കെ ഒരു എത്രയും വേഗം ഒരു ഉന്നത സ്ഥാനത്തിൽ ഇത്തരം നടക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏതാണ്ട് 10 വർഷമായി ഈ ബാങ്കിലേക്ക് തറക്കമിടാൻ സാധിച്ചു. എത്രയും പെട്ടെന്ന് ഏതാണ്ട് 1.5
ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഈ നഗരസഭയിൽ പ്രതിപക്ഷമില്ല എന്നുള്ള കാര്യം ചില ആൾക്കാർ മറന്നുപോകുകയാണ്. ഇവിടെ കൗൺസിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം മറന്നുകൊണ്ട് ഇന്നത്തെ പരിപാടിക്ക് മാറ്റം കുറക്കാൻ ശ്രമിച്ച ചില ആൾക്കാരുണ്ട്. അവരോടൊന്നേ പറയാനുള്ളത്, നിങ്ങൾ വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കിയ കാര്യമൊന്നുമില്ല. കുത്തിത്തിരിപ്പുണ്ടാക്കിയ കാര്യമൊന്നുമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ജനം തിരിച്ചറിയും. ജനം നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കും. പിന്നെയും ഇപ്പം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ ആ ഭരണം ജനം നിലനിൽക്കും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായ സമയത്തുള്ള ഭരണസമിതിയാണ് അന്ന് ഈ സ്ഥലം ഇവിടെ വാങ്ങിച്ചത്. അവിടെ തന്നെ നമ്മുടെ നഗരസഭയുടെ പുതിയ ആസ്ഥാന മന്ദിരം വരികയാണ്. കൂടുതൽ കാര്യത്തിലേക്കൊന്നും നടക്കുന്നില്ല. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവിധ ആശംസകളും സന്തോഷമുള്ള ഒരു സമയമാണ്. നമുക്ക് സ്വന്തമായി ഓഫീസ് ഈ പരിപാടി ഉദ്ഘാടനത്തിന് വളരെ പ്രിയകരനായ നഗരസഭയുടെ ജില്ലാ ചെയർമാൻ ശ്രീ ആശംസ, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പത്രിക, അവിടുത്തെ എല്ലാവർക്കും നഗരസഭയുടെ പേരിൽ വ്യക്തമാക്കി നന്ദിയിലാണ്. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode.